ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിന്റെ പരസ്യ പ്രചരണം ശരിയായില്ല. എല്ലാ കാലത്തും തരൂരിനെ പിന്തുണച്ചയാളാണ് താൻ. തരൂർ അതിരുവിടരുത്. ശശി തരൂർ ഒരിക്കലും കെ.വി. തോമസിനെ പോലെ ആകില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്നേക്കാളൊക്കെ ഉയർന്ന നിലവാരത്തിലാണ് പാർട്ടിക്കകത്തുള്ളത്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അതിനോടൊരു അഭിപ്രായം പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ മാർഗമല്ലെന്നാണ് എൻ്റെ ഫീലിംഗ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പുമായി ഡിസ്കസ് ചെയ്യുക. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാനതങ്ങ് വിടുകയാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. KPCC നോക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തിരുത്തിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശശി തരൂരിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷേ അതിർ വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ച് കിട്ടിയില്ല. അത് പറയും. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ആ പ്രൊവോക്കേഷൻ ഒരു വലിയ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ലീഡർഷിപ്പിൻ്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇനിയും അദ്ദേഹത്തിന് തിരുത്തുന്നതിനൊരു കുഴപ്പമില്ല. ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ പാർട്ടി വിട്ടു പോകണമെന്നോ വലിയ ഒന്നും പറഞ്ഞിട്ടില്ലാരും. ശശി തരൂരിനെതിരെ ആരും നമ്മളെ പാർട്ടീൻ്റെ അകത്ത് പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാവും നമ്മളെക്കാളൊക്കെ സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല. തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തിരുത്തി അങ്ങ് പോയാൽ മതി. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ തീർത്ത് ബാലൻ്റെ ചൂണ്ടയൊന്നും ഇപ്പോൾ പോക്കില്ല. ആ ചൂണ്ടയെല്ലാം പോയി. ഇപ്പം ചൂണ്ട വേറെയാണ്. ആ ചൂണ്ടയും പോലും ഇപ്പം കുത്തി പിടിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയാൾ ഇതിനകം പോകണം. ഭരണം കയ്യിലുണ്ട്, സ്ഥാനമാനങ്ങൾ കയ്യിലുണ്ട്, കൊടുക്കാൻ എന്തും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഒരു നക്കിപ്പൂച്ച ഇതുവരെ പോയിട്ടില്ലല്ലോ. പോയിനോ? ഇല്ല. എല്ലാം 4 തവണ വിളിച്ചപ്പോഴും അദ്ദേഹം വേറെ എന്തോ ഒരു ജോലിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ തിരിച്ച് വിളിച്ചിരിക്കാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് വിളിച്ചിരിക്കാം. സ്വാഭാവികമല്ലേ. ഞാനിപ്പോൾ വിളിക്കും, അദ്ദേഹത്തോട് സംസാരിക്കും. എന്നിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. ഇല്ല, ഞാനൊക്കെ പ്രതീക്ഷയൊന്നും കുറഞ്ഞിട്ടില്ല. അതിലും വെറുതെ CPM-ൻ്റെ വ്യാമോഹം മാത്രമാണ്. അതിലൊന്നും അദ്ദേഹം CPM-ൻ്റെ അടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആരും മാഷല്ലാണ്ട് വേറെ ആരാ? സരിനൊക്കെ ഒരു അങ്ങനെ എടുത്തു പറയേണ്ട ഒരാളൊന്നും അല്ലല്ലോ. പാരമ്പര്യമുള്ളൊരു നേതാവ് നമ്മളിൽ നിന്ന് പോയി എന്ന് പറയുന്നത് മാഷാണ്.